സുരേഷ് ഗോപി നായകനായിട്ടുള്ള ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് പ്രദർശന അനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അമ്മയുടെ ഉൾപ്പെടെയുള്ള സംയുക്ത സംഘടനകൾ, സിനിമാ സംഘടനകൾ സംയുക്തമായി തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ജയൻ ചേർത്തലയാണ്. അമ്മ അഡ്ഹോക് കമ്മിറ്റിയുടെ അംഗം കൂടിയാണ്. ഞാൻ ചേട്ടാ, ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒന്നാണ്. അതായത് എന്തിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു ഒരു അനുമതി നിഷേധിക്കുന്ന തരത്തിലേക്ക് നീങ്ങിയത് എന്നാണ് തോന്നുന്നത്? എന്താണ് പറയാൻ? ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കും വ്യക്തതയില്ല. അതുകൊണ്ടാണ് നമ്മൾ സമരമുഖത്തോട്ട് ഇറങ്ങേണ്ടി വരുന്നത്. കാരണം നമ്മൾ ഒരു പ്രൊഡ്യൂസർ, അയാൾ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. ഒരുപാട് പൈസ വീട്ടിലുണ്ടായിട്ട് പൈസ ചിലവഴിക്കാൻ വഴിയില്ലാതെ സിനിമയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആളല്ല. ഇതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുകൊണ്ട് കടയും വിലയും പലിശക്കും ഒക്കെ മേടിച്ചിട്ട് ഒരു സിനിമ ചെയ്യുന്നൊരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം. ഒരു സൂപ്പർ സ്റ്റാറിനെയൊക്കെ വെച്ചിട്ടൊരു പടം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷ ഇത് തിയേറ്ററിൽ വന്ന് ഓടി പൈസ കിട്ടിയിട്ട് എനിക്ക് എൻ്റെ കടവും പലിശയൊക്കെ കൊടുത്ത് 10 പൈസ വീട്ടിലോട്ട് കുഞ്ഞുങ്ങളെ നോക്കാൻ ലാഭത്തിനെടുക്കാന്നുള്ള ആഗ്രഹത്തിൽ വരുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സെൻസറിങ് വരെ കഴിഞ്ഞു, സെൻസർ സർട്ടിഫിക്കറ്റ് വരെ ഇഷ്യൂ ചെയ്തു. അതിനുശേഷം ആ ബോഡി പറയുന്നു നിങ്ങളിതിൻ്റെ പേര് മാറ്റണം, ആ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണം എന്ന് പറയുമ്പം സിനിമയുമായിട്ട് വർക്ക് ചെയ്ത ഒരാൾക്കറിയാം. കാരണം ഫുള്ളിന് റീവർക്ക് ചെയ്യേണ്ടി വരത്തില്ലേ ഈ പടം? ആ പടത്തെ കൊല്ലുന്നതിന് തുല്യമല്ലേ? അത് ചെയ്യാമോ? പിന്നെ ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ലേ, ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ മനുഷ്യർക്ക്? അതിനകത്തോട്ട് ഇപ്പം സിനിമയ്ക്ക് വളരെ തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ അവർ സെൻസർ ചെയ്യുമ്പോൾ പറയട്ടെ, അതിനൊന്നും പ്രശ്നമില്ല. ഒരു കഥാപാത്രത്തിൻ്റെ പേര് എന്ന് പറയുന്നത് വളരെ അപക്വമായ, ഇത് ചില ആൾക്കാരെ എന്താ പറയുക, തെറ്റിദ്ധരിപ്പിക്കുകയും നാണം കെടുത്തുകയും ചെയ്യുന്നത്. കാരണം ഇതൊന്നും ഒരുപക്ഷെ മിനിസ്റ്റീരിയൽ സൈഡിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. ചില ഓഫീസേഴ്സ് ചിലർ സ്വാർത്ഥ താല്പര്യം കൊണ്ട് പറയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ അത് വിവരക്കേടാണ്, അത് അപക്വമാണ്, അത് മാറ്റി ചിന്തിക്കണം എന്നേ മാത്രമേ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. കാര്യം ഞങ്ങൾ പാവങ്ങൾ കുറച്ച് സിനിമാക്കാരാണ്, നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ. ഞങ്ങളിവിടെ ഞങ്ങളുടെ സമരം സമാധാനപരമായി, നമ്മൾ ആരെയും തടസ്സപ്പെടുത്തുന്നില്ല. സെൻസർ ബോർഡിലോട്ട് പോകുന്ന ആരെയും നമ്മൾ വഴിയിൽ തടസ്സപ്പെടുത്തുന്നില്ല. നമ്മൾ നമ്മുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി നമ്മളിവിടെ സമരവുമായിട്ട് മുന്നോട്ട് പോകും. സുരേഷ് ഗോപി നായകനായിട്ടുള്ളൊരു ചിത്രം കൂടിയാണ്, അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഒരു ഫലപ്രദമായ ഇടപെടൽ നടത്താൻ കഴിയും. അദ്ദേഹത്തിന് എങ്ങനെ? അദ്ദേഹം ഒരു നല്ല മന്ത്രിയായതുകൊണ്ടല്ലേ ഇല്ലേ അദ്ദേഹം ഇടപെട്ടേനല്ലോ. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പക്വതയാണ്, അദ്ദേഹത്തിൻ്റെ വലുപ്പമായിട്ട് കാണുന്നു. പിന്നെ അദ്ദേഹത്തെ ഇതിനകത്ത് കൊണ്ട് ഇടപെടുത്തിക്കാൻ ഞങ്ങൾ സംഘടനകൾ മനഃപൂർവ്വം ശ്രമിക്കാത്തതാണ്. കാരണം അത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ ജോലിയായിട്ട്, പിന്നെ അദ്ദേഹം സാംസ്കാരിക വകുപ്പായിരുന്നെങ്കിൽ നമുക്ക് അറിയിക്കാം. പക്ഷേ അദ്ദേഹം ആ ഡിപ്പാർട്ട്മെൻ്റ് അല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയായിട്ട് മുന്നോട്ട് പോകട്ടെ. അദ്ദേഹം അഭിനയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അദ്ദേഹത്തെ ഇതിനകത്തൊരു പെടുത്തുന്നത് ശരിയല്ല. ഇന്നൊരു ദിവസത്തെ ഒരു പ്രതിഷേധം മാത്രമാണ്. എങ്ങനെയാണ് ഇന്ന് പ്രതിഷേധത്തിൻ്റെ? ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഇതൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്ത സ്ക്രിപ്റ്റഡ് അല്ലല്ലോ. ഇന്നിപ്പോൾ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. ഈ പ്രതിഷേധം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് കാണേണ്ടവർ കാണും, അവർ പ്രതികരിക്കേണ്ട പോലെ പ്രതികരിക്കും, മാറ്റങ്ങൾ വരുത്തുമെന്ന് പൂർണ്ണ പോസിറ്റീവ് പ്രതീക്ഷയോടെയാണ് നമ്മൾ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. തന്നെയാണ് അമ്മയെ കൂടാതെ ഫെഫ്കയും അതുപോലെ തന്നെ ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾ, അതായത് സിനിമാ മേഖലയുമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ സംയുക്തമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി ഇന്നിപ്പോൾ സെൻസർ ബോർഡിൻ്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നൊരു ദിവസത്തെ പ്രതിഷേധമാണ് അവർ ഇവിടെ നടത്തുന്നത്. അതിനുശേഷവും മാറ്റമുണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്, വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കിട്ടും, ഇതിനൊരു മാറ്റമുണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരുള്ളതും. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.